ഹലോ ഗൈസ്, ഇന്ന് റിലീസ് ആയിട്ടുണ്ടായിരുന്ന പ്രതിച്ഛ എന്നുള്ള സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു. ബി ഉണ്ണികൃഷ്ണനാണ് റൈറ്റർ ഡയറക്ടർ. അതേപോലെ നമ്മുടെ നിവിൻ പോളി, ഷറഫുദ്ദീൻ, ബാലേന്ദ്ര മേനോൻ, പിന്നെ നമ്മുടെ സായ്കുമാർ, ഹരിശ്രേഷ്ഠൻ, മണിയമ്പിള്ള രാജു തുടങ്ങിയ നല്ലൊരു കാസ്റ്റുള്ള സിനിമയാണ്. അപ്പൊ നേരെ സിനിമയിലേക്ക് വരാം. ആദ്യം നല്ലൊരു കാര്യം പറയട്ടെ, ഇത്രയും നല്ല കാസ്റ്റ് ഉണ്ടായിട്ട് അവരെ ഉപയോഗിച്ചില്ല എന്നുള്ളൊരു ഫീൽ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഇപ്പൊ നമ്മുടെ ഷറഫുദ്ദീന്റെ കേസ് ഞാൻ പറയാം. പുള്ളി നമ്മുടെ അഞ്ചാം പാതിര സിനിമയിലും വരത്തിനകത്തൊക്കെ പുള്ളി ചെയ്തു വെച്ചൊരു ഓപ്പോസിറ്റ് ഒരു വില്ലൻ പരിപാടി ഉണ്ടല്ലോ, അത്ര കിഡിലാണ് പുള്ളി. പക്ഷെ ഇതിനകത്ത് പുള്ളിക്ക് അങ്ങനെ ആ ഒരു ഒരു വില്ലൻ ഓറയൊന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെ വർക്കുള്ള ഒരു സ്പേസ് ഒന്നും ഇല്ല. ഒരു കോട്ട് ഇടുക, കാറിൽ കയറുക, പ്രീമിയം കാസ് യൂസ് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലോ മോഷനിൽ നടക്കുക എന്നുള്ള പരിപാടി മാത്രമാണ് പുള്ളിക്ക് ഇതിനകത്ത് ഉണ്ടായിരുന്നത്. പിന്നെ ഓവറോൾ നമ്മുടെ നിംബോളി ഉള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ലൈക്ക് പുള്ളിയുടെ ഓരോ പരിപാടിയൊക്കെ പെർഫോമൻസ് ഒക്കെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കാം. ഒട്ടും പുള്ളി കിടിലാണല്ലോ ഓൾറെഡി. പക്ഷെ പുള്ളിക്ക് അതിനകത്ത് അങ്ങനെ ഭയങ്കര രോമാഞ്ചം തോന്നുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് ഭയങ്കര സിനിമ അങ്ങനെ കാണണമെന്ന് ഫീൽ ചെയ്യുന്ന നമ്മുടെ വൺ സിനിമയില്ലേ, അതിന്റെ വേറൊരു ടൈപ്പ്, നമ്മുടെ മറ്റേ കടക്കൽ ചന്ദ്രന്റെ വേറൊരു ടൈപ്പ് പരിപാടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിനകത്ത് അവർ ഉദ്ദേശിച്ച ത്രെഡ് ഒക്കെ നൈസായിരുന്നു. അതായത് ഈ സിനിമ, രാഷ്ട്രീയം, അതല്ല എന്തോ ആയിക്കോട്ടെ, പെട്ടെന്ന് ഒരു ഒരു ലേഡി അല്ലെങ്കിൽ ഒരാളെ പെട്ടെന്ന് ഒരു കുറ്റക്കാരനാക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഒരു മീഡിയ വിചാരിച്ചാൽ നടക്കുമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആ ഒരു ത്രെഡൊക്കെ നൈസായിരുന്നു. പക്ഷെ 2.25 മണിക്കൂറിൽ 1 മണിക്കൂർ സ്ലോ മോഷനാണ്. എഴഞ്ഞെഴഞ്ഞ് പണ്ടാരം അടങ്ങിയ ഒരു ഫീലായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്റെ ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ ചുമ്മാ വേണമെങ്കിൽ വെറുതെ പോയിരുന്ന് കാണാം എന്നുള്ളതിനപ്പുറം എനിക്ക് അങ്ങനെ വലിയ മികവൊന്നും തോന്നാത്തൊരു സിനിമയായിരുന്നു പ്രതിച്ഛായ. ഇനി നിങ്ങൾ ആരെങ്കിലും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്ക്. ബൈ.